ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയ കാരണം ഇത്തിരി ലേറ്റായേ ചെമ്പനീർ പൂവിൻ്റെ കഥ ഇടാൻ. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ഇന്നലെ ചന്ദ്രമതിയുടെ പേര് കടക്കിടണം പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറയുന്ന ചന്ദ്രമതിയുടെ സ്വന്തം ആത്മാർത്ഥതയുള്ള മകൻ്റെ സംസാരം റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ സച്ചി. അപ്പോൾ ആ ഭാഗത്താണല്ലോ ഇന്നലെ എപ്പിസോഡ് വന്ന് നിന്നത്. അപ്പോൾ സച്ചിമല്ല അവരുടെ റൂമിലേക്ക് കയറി പോയിട്ട് പറയുന്നുണ്ടല്ലോ, അമ്മയുടെ പേര് തന്നെ ഇടണം, ഇല്ല എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അത് അമ്മയെ കേൾപ്പിക്കും എന്നൊക്കെ പറയാണല്ലോ. അപ്പോൾ അവർ പേടിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ്ടല്ലോ, സച്ചി നീ ചെയ്തത് തീരെ ശരിയായില്ല, മറ്റുള്ളവരുടെ സംസാരം ഫോണിൽ പകർത്തേണ്ടത് തീരെ ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അത് കഴിഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട്, നമ്മുടെ അമ്മയ്ക്ക് എന്താടാ ഭാഗ്യമില്ലാത്ത, നമ്മുടെ അമ്മയുടെ പേര് നല്ല ഭാഗ്യമുള്ള പേരാ, നിന്നെയൊക്കെ അമ്മ പൊന്നു പോലെ സ്നേഹിക്കുന്നുണ്ട്, 100% ആത്മാർത്ഥത കൂടിയിട്ട് നിന്നെ അമ്മ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ അമ്മ 100% ആത്മാർത്ഥതയിൽ സ്നേഹിക്കുന്നതിൻ്റെ ഒരു 5% സ്നേഹം എന്നോട് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷമായി എന്നറിയോ കേട്ടിട്ട് സച്ചി വിതുമ്പിക്കൊണ്ടാണ് അത് പറയുന്നത്. കേൾക്കുമ്പോൾ ശ്രുതിക്കൊക്കെ വിഷമാവുകയാണ്. എന്നിട്ട് ശ്രുതി പറയാണ്, ആൻറ്റിയുടെ പേര് തന്നെ ആടുള്ളൂ സച്ചി എന്നൊക്കെ പറയാണ്. നമ്മുടെ അമ്മ ഭാഗ്യം ചെയ്ത അമ്മയാടാ, നമ്മുടെ അമ്മ മൂന്ന് മക്കൾക്ക് ജന്മം നൽകിയിട്ടുള്ള അമ്മ ഭാഗ്യം ചെയ്ത അമ്മയാടാ, നീ അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയാണ് സച്ചി ശ്രുതിയോട്. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് രേവതി അവിടെ നിൽക്കണുണ്ട് കേട്ടോ. എന്നിട്ട് രേവതി സച്ചി പറയുന്നത് മുഴുവൻ കേട്ടണമെന്ന് സച്ചി ഉമ്മർത്ത് സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് രേവതി വന്നിട്ട്, എനിക്ക് നിങ്ങളെ അങ്ങോട്ട് മനസ്സിലാവില്ല, നിങ്ങൾ ചിലപ്പോൾ ഇന്ന സ്വഭാവം, ചിലപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം, അത് കഴിഞ്ഞ് വേറൊരു സ്വഭാവം, സച്ചിയേട്ടാ എനിക്ക് മനസ്സിലാവണേ ഇല്ല. സച്ചിയേട്ടൻ്റെ അമ്മേനെ എന്തൊരു സ്നേഹമാണ്, പക്ഷേ സച്ചിയേട്ടൻ്റെ അമ്മ വെറുപ്പോടെ അറപ്പോടെ അല്ലാണ്ട് സച്ചിയേട്ടനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സച്ചിയേട്ടനെ നോക്കണം നോട്ടത്തിൽ പോലെ അമ്മയ്ക്ക് ഒരു അറപ്പുള്ളതായിട്ട് തോന്നുന്നുണ്ട്. സച്ചിയേട്ടൻ അന്ന് അച്ഛമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് എന്തോ പറയാൻ വന്നിട്ട് നിർത്തിയില്ലേ, എന്താ അത് ഞാൻ അറിയണം പറയണം. അപ്പോൾ സച്ചിക്ക് സങ്കടം വന്നിട്ട് സച്ചി പറയണം, അത് രേവതി അതൊക്കെ ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഭവങ്ങളാണെന്നൊക്കെ പറയണത്, എന്താ സച്ചിയേട്ടാ അതെനിക്ക് അറിയണം പറയുമ്പോൾ സച്ചി പറയണത്, ഇപ്പോൾ നീ അറിയണ്ടെങ്കിൽ തലവേഞ്ചിട്ട് നീ ഒരു ചായ ഉണ്ടാക്കിത്താ പറയണം. അപ്പോൾ സച്ചിയേട്ടൻ അതൊന്ന് ഒഴിഞ്ഞു പറയണം, എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കിക്കോ, ഒന്നും ആരോടും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയണം, രേവതി നീ എനിക്കൊരു ചായ ഉണ്ടാക്കിത്താ, തലവേദനിച്ചിട്ട് നിനക്കിപ്പോൾ ഇത് അറിയണമെന്നുണ്ട്, ഇപ്പോൾ ഇത്ര വലിയ നിർബന്ധം, നീ എനിക്കൊരു ചായ ഉണ്ടാക്കിത്താ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് പറഞ്ഞിട്ട് രേവതീനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കുകയാണ് സച്ചി. അങ്ങനെ രേവതി പറയണം, അപ്പോൾ എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കിക്കോ, ഒറ്റയ്ക്ക് ആരോടും പറയണ്ട, ഞാൻ ഭാര്യ എന്ന് പോലും വിചാരിച്ചിട്ടില്ല, അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കണം. രേവതി തൽക്കാലം നീ അത് അറിയണ്ട, എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ രേവതി അങ്ങനെ പോവാണ് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ വലിയ വിറ്റാണ്. വർഷ ശ്രീകാന്തിൻ്റെ ടീഷർട്ടും ലുങ്കി ഉടുത്തിട്ട് ബെഡിൻ്റെ മുകളിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ശ്രീകാന്ത് ആകെ അന്തം വിട്ടിട്ട്, വർഷ നീ എന്താടി ചെയ്യണം, നിനക്ക് എന്തോരം ഡ്രസ്സ് ഉണ്ട്, എന്നിട്ട് എന്തിനാണ് നീ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് നിൽക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് വർഷ ചീത്തറാണ്. താഴത്തേക്ക് ഇറങ്ങണേ പറഞ്ഞാൽ വർഷ താഴത്തേക്ക് ഇറക്കണം. അപ്പോൾ വർഷ പറയാണ്, ശ്രീകാന്ത് ഇരിക്കുന്നൊരാഗ്രഹം തോന്നി, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്, അപ്പോൾ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൻ്റെ ഡ്രസ്സ് ഇട്ട് പറയണം. അപ്പോൾ ശ്രീകാന്തിനോട് പറയണം, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ എൻ്റെ ഡ്രസ്സ് ഇടണം പറഞ്ഞു. പിന്നെ നിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നിന്നോടുള്ള സ്നേഹം കാണിക്കാൻ പറയണം, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ എൻ്റെ ഡ്രസ്സ് ഇടും പറഞ്ഞിട്ട് അലമാരയിൽ നിന്ന് ഒരു നൈറ്റി എടുത്തിട്ട് ശ്രീകാന്തിന് കൊടുക്കുകയാണ്. അയ്യോ ഇത് ഞാൻ ഇടാന്ന് ചോദിക്കുമ്പോൾ ഇടണം പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ ശ്രീകാന്ത് വർഷത്തെ നൈറ്റി ഇടുമ്പോൾ ശ്രീകാന്തിനോട് പറയണം, ശ്രീകാന്തേ നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, അപ്പോൾ കാണാൻ നീ ഒരു 5 നേരം അടുക്കളയിൽ പോയിട്ട് എനിക്കൊരു ചായ ഉണ്ടാക്കി തായോ എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് ഞാനോ ഈ വേഷത്തിലോ ചായ ഉണ്ടാക്കാനോ എന്ന് ചോദിക്കുകയാണ്. എന്താ ഈ വേഷത്തിൽ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് വർഷ. അങ്ങനെ ശ്രീകാന്ത് ആരും കാണാതെ ഓടിച്ചാടി അടുക്കളയിൽ എത്തുന്നു വർഷയ്ക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ശ്രീകാന്ത് നൈറ്റ് തന്നെയാണ് ഇട്ടേക്കണത്. എന്നിട്ട് ശ്രീകാന്ത് ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് എത്തുന്നു. വർഷ അതിങ്ങനെ നിന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഭാഗത്താണ് ഇന്നത്തെ ചെമ്പനീർ പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ കഥയുമായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.